ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഓപ്ഷൻ സ്ട്രാറ്റജി വീഡിയോ അല്ലെങ്കിൽ അവരുടെ കീ ടാർഗറ്റ് പ്ലെയേഴ്സ് വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസ് ശരിക്കും ഒരു സർപ്രൈസിങ് എലമെൻറ്റായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം അവരുടെ ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസിലേക്ക് ട്രേഡ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ 2021 IPL സീസണിൽ ഗുജറാത്തിലേക്ക് ക്ഷമിക്കണം 2021 IPL ആദ്യമായി എത്തിയ ഗുജറാത്ത് അന്ന് കിരീടത്തോടു കൂടി തന്നെയായിരുന്നു തങ്ങളുടെ വരവറിയിച്ചിരുന്നത്. തൊട്ടടുത്ത സീസണിൽ കലാശപ്പോരാട്ടം വരെ എത്തിയെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോൽവി വഴങ്ങി തങ്ങളുടെ രണ്ടാം കിരീടം ലക്ഷ്യമിടാൻ നഷ്ടപ്പെടുത്താനായിരുന്നു ഗുജറാത്തിൻ്റെ വിധി. സോ ഇത്തവണ തങ്ങളുടെ രണ്ടാം IPL കിരീടം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ അവർക്ക് ആദ്യ കിരീടം നേടിക്കൊടുത്ത അവരുടെ സ്വന്തം നായകൻ ഹാർദിക് പാണ്ഡ്യ ഇത്തവണ അവരുടെ കൂട്ടത്തിലില്ല. പകരം യുവതാരമായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെയാണ് ഗുജറാത്ത് ഇത്തവണ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഗുജറാത്തിൻ്റെ ആ ഒരു റീറ്റേൺഡ് താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഡേവിഡ് മില്ലർ, ശുഭ്മാൻ ഗിൽ, മാത്യു വെയ്ഡ്, ഋദ്ധിമാൻ സാഹ, വില്യംസൺ, അഭിനവ് മനോഹർ, സായി സുദർശൻ, ദർശൻ നാൽക്കണ്ടെ, വിജയ് ശങ്കർ, ജയന്ത് യാദവ്, രാഹുൽ തെവാട്ടിയ, മുഹമ്മദ് ഷമി, നൂർ അഹമ്മദ്, റാഷിദ് ഖാൻ, ജോഷ് ലിറ്റിൽ, മോഹിത് ശർമ്മ എന്നിവരെയാണ് ഗുജറാത്ത് സായി കിഷോർ എന്നിവരാണ് ഗുജറാത്ത് റീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. റിലീസ് ചെയ്തിട്ടുള്ളത് യഷ് ദയാൽ, KS ഭരത്, ശിവം മാവി, ഉർവിൽ പട്ടേൽ, അൽസാരി ജോസഫ്, ഒഡയൻ സ്മിത്ത്, ദസൻ ഷനക, പ്രദീപ് സാങ്വാൻ, ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് GT റിലീസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്തവണ വമ്പൻ തുക ബാക്കിയുള്ള ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. 38 കോടി രൂപയാണ് അവരുടെ ഒരു ബാലൻസ് പേഴ്സായി വന്നിട്ടുള്ളത്. സോ അതിനാൽ തന്നെ ലേലത്തിൽ പൊടിപാറും പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ടീമാവും ഗുജറാത്ത് കാര്യത്തിൽ നിസ്സംശയം പറയാം. 8 സ്ലോട്ടുകളാണ് ഗുജറാത്തിന് അവൈലബിൾ ആയിട്ടുള്ളത്. 2 വിദേശ സ്ലോട്ടുകൾ ഉൾപ്പെടെ 8 എണ്ണമാണ് ഗുജറാത്തിന് ഇത് ഫിൽ ചെയ്യാനായി വന്നിട്ടുള്ളത്. അവരുടെ സ്കോഡിലേക്ക് വരികയാണെങ്കിൽ ശക്തമായ ബോളിംഗ് നിരയുള്ള ടീമാണ് ഗുജറാത്ത്. മുഹമ്മദ് ഷമി, ജോഷ് ലിറ്റിൽ, മോഹിത് ശർമ്മ, വിജയ് ശങ്കർ എന്നിവരടങ്ങുന്ന പേസ് നിരയും, റാഷിദ് ഖാനും നൂർ അഹമ്മദും ജയന്ത് യാദവും അതോടൊപ്പം തന്നെ സായി കിഷോറും അടങ്ങുന്ന സ്പിൻ നിരയും വളരെ ഫോമിൽ തന്നെയാണ്. ഒപ്പം ഫിനിഷർമാരിലേക്ക് വരികയാണെങ്കിൽ ഡേവിഡ് മില്ലർ, റാഷിദ് ഖാൻ, അതോടൊപ്പം തന്നെ രാഹുൽ തെവാട്ടിയ, വിജയ് ശങ്കർ എന്നിവരടങ്ങുന്ന ഒരു വെടിക്കെട്ട് ഫിനിഷിംഗ് നിരയും. ടോപ്പ് ഓർഡറിലേക്ക് വരുവാണെങ്കിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടോപ്പ് ഓർഡറിലേക്ക് ന്യൂസിലാൻഡ് താരമായിട്ടുള്ള കെയ്ൻ വില്യംസൺ, ഋദ്ധിമാൻ സാഹ, അഭിനവ് മനോഹർ, ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ മാത്യു വേർഡ് എന്നിവരടങ്ങുന്ന ടോപ്പ് ഓർഡർ നിരയും വളരെ ഭേദപ്പെട്ട ടീം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും കുറച്ച് മാറ്റങ്ങൾ GTയെ സംബന്ധിച്ച് വളരെ അനിവാര്യം തന്നെയാണ്. ഒന്നാമത് ഹാർദിക് പാണ്ഡ്യ പോയതോടുകൂടി അവർക്ക് ആ ഒരു വെടിക്കെട്ട് പ്രകടനം നടത്താൻ കെൽപ്പുള്ള ഒരു ഓൾറൗണ്ടറെ ആവശ്യമായി വന്നിരിക്കുകയാണ്. സോ അതിനാൽ തന്നെ ഇത്തവണ അവർ ലേലത്തോടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒന്ന് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായിട്ടുള്ള പാറ്റ് കമിൻസിനെയാണ്. അതോടൊപ്പം തന്നെ മിച്ചൽ സ്റ്റാർക്ക്, ന്യൂസിലാൻഡ് യുവതാരമായിട്ടുള്ള രജിൻ രവീന്ദ്ര എന്നിവരെയാണ് അവർ ഫോറിൻ താരങ്ങളായിട്ട് ആ ഒരു ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരമായി അവർ നോട്ടമിട്ടിരിക്കുന്നു. ഒപ്പം ഇന്ത്യൻ താരമായി അവർ നോട്ടം വെച്ചിരിക്കുന്നത് ഷാർദുൽ താക്കൂറിനെ തന്നെയാണ്. ഇനി GTയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടും കുറച്ച് ബാറ്റ്സ്മാൻമാരെ വേണ്ടതുണ്ട് ടോപ്പ് ഓർഡറിലേക്ക്. ടോപ്പ് ഓർഡർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ശുഭ്മാൻ ഗില്ലിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ കെയ്ൻ വില്യംസൺ ആയാലും ഋദ്ധിമാൻ സാഹ ആയാലും അഭിനവ് മനോഹർ ആയാലും ഒക്കെ അടങ്ങുന്ന ആ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര ഗില്ലൊഴിച്ചാൽ ഇത്തിരി മെല്ലപ്പോക്കിന് പേര് കേട്ടവർ തന്നെയാണ്. സോ ആ ഒരു ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയിലേക്ക് ഗില്ലിനൊപ്പം അല്ലെങ്കിൽ ഗില്ലിനേക്കാൾ കുറച്ചുകൂടി എക്സ്പ്ലോസീവായി വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനെ കൂടി GTക്ക് ഇത്തവണ അത്യാവശ്യമായി തന്നെ വേണ്ടതുണ്ട്. സോ അതിനാൽ തന്നെ അവർ മെയിനായിട്ട് ലക്ഷ്യമിടുന്ന താരം ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ജോഷ് ഇംഗ്ലീഷ്, അതോടൊപ്പം ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ഓസ്ട്രേലിയൻ വേൾഡ് കപ്പ് ജയിച്ച ടീമിൽ അംഗമായ ട്രാവിസ് ഹെഡ് തുടങ്ങിയ താരങ്ങൾക്ക് പിന്നാലെ GT ഉണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ GTയെ സംബന്ധിച്ച് 38 കോടി രൂപ ബാലൻസ് പേഴ്സായി ഉള്ളത് കൊണ്ട് തന്നെ ട്രാവിസ് ഹെഡോ അല്ലെങ്കിൽ ജോഷ് ഇംഗ്ലീഷോ തുടങ്ങിയ താരങ്ങളിൽ ഒരാൾ ഇത്തവണ എന്തായാലും GTയുടെ ജേഴ്സിയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ നിസ്സംശയം പറയാം. കാരണം 38 കോടി രൂപയോളം ബാലൻസ് പേഴ്സുള്ള GTയെ സംബന്ധിച്ച് 8 സ്ലോട്ടുകൾ മാത്രമാണ് ഫിൽ ചെയ്യാനായി വന്നിട്ടുള്ളത്. സോ അതിനാൽ തന്നെ വമ്പൻ പ്രകടനം അല്ലെങ്കിൽ നോട്ടം വെച്ച താരങ്ങളിൽ കുറച്ച് പേരെങ്കിലും 3-4 പ്ലെയേഴ്സിനെങ്കിലും അവർക്ക് ഇത്തവണ എളുപ്പത്തിൽ അല്ലെങ്കിൽ അനായാസം കൂടാരത്തിലേക്ക് എത്തിക്കാം. സോ ഇതൊക്കെയായിരിക്കും GTയുടെ ആ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി GTയെ സംബന്ധിച്ച് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇൻഎക്സ്പീരിയൻസ് ഇൻ ക്യാപ്റ്റൻസി. നമുക്കറിയാം അവർക്ക് കിരീടം നേടിക്കൊടുത്ത ഹാർദിക് പാണ്ഡ്യ GT വിട്ടു പോകരുത്. സോ അതിനാൽ തന്നെ യുവതാരമായിട്ടുള്ള ഗില്ലിനെയാണ് ഇത്തവണ GT ക്യാപ്റ്റൻസി ഏൽപ്പിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ശുഭ്മാൻ ഗിൽ രാജ്യാന്തര ക്രിക്കറ്റ് അല്ലെങ്കിൽ യുവ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ
രാജ്യാന്തര ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം പലതവണ ക്യാപ്റ്റനായിട്ടുണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഒരു തവണ പോലും അദ്ദേഹത്തിന് ആ ഒരു ക്യാപ്റ്റൻസി ബാൻഡ് കിട്ടിയിട്ടില്ല. സോ അതിനാൽ തന്നെ IPL പോലൊരു വമ്പൻ സീസണിൽ ലോകോത്തര പ്ലെയേഴ്സ് എല്ലാം മാറ്റുരയ്ക്കുന്ന വമ്പൻ ടൂർണമെൻറ്റിൽ GTA പോലെ കിരീടം നേടി തൊട്ടടുത്ത സീസൺ റണ്ണേഴ്സ് അപ്പ് ആവുകയും ചെയ്തു. കാരണം വമ്പൻ ഫോമിൽ നിൽക്കുന്ന ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായി മാറിയിരിക്കുന്നതിനാൽ സോ അതിനാൽ തന്നെ സ്വാഭാവികമായിട്ടും സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ തന്നെയായിരിക്കും ശുഭ്മാൻ ഗിൽ എന്നൊരു യുവ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ. അതുതന്നെയായിരിക്കും ഇൻഎക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എതിരിൽ നമുക്ക് കാത്തിരിക്കാം ആ ഒരു വെല്ലുവിളിക്ക് എങ്ങനെ അവർ മാറ്റി നിർത്തുമെന്നതിനാൽ. സോ അതിനാൽ തന്നെ അവർക്ക് അത്യാവശ്യമായി ഇപ്പോൾ ഇൻഎക്സ്പീരിയൻസ് ഇൻ ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ പോലും പാറ്റ് കമ്മിൻസിനെ പോലെ ആ ഒരു ഓൾറൗണ്ടറെ കൂടാരത്തിലേക്ക് എത്തിച്ച് നമുക്കറിയാം. ഓസ്ട്രേലിയക്ക് ലോകകപ്പ് നേടിക്കൊടുത്ത കമ്മിൻസിനെ പോലെ ക്യാപ്റ്റൻ GTയിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു ക്യാപ്റ്റൻസി പ്രഷറൊക്കെ അവർക്ക് താങ്ങാവുന്നതേ ഉള്ളൂ. സോ കാത്തിരിക്കാം GTയുടെ ഓപ്ഷൻ ഡീറ്റെയിൽസ് വീഡിയോ നമുക്കറിയാം. GT ആരൊക്കെ ഇത്തവണ കൂടാരത്തിലേക്ക് എത്തിക്കുമെന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി MX Studio ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.